ആവണി പൊന്നോ ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ മച്ചകവാതിലും താനേ തുറന്നു. ഹായ്, നമസ്കാരം. ബാബു സുജിത്താണ്. ഞാനിപ്പോൾ നമ്മുടെ കൊട്ടാരക്കരയും കുളക്കടയുടെയും ഇടയ്ക്കാണ്. ഇവിടെ എത്താനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ പുറകെ വരുന്നത് കണ്ടോ, ഈ ഒരു ഗേറ്റ് തുറക്കുമ്പോൾ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ സിനിമ ഷൂട്ട് ചെയ്ത ഒരു തറവാടാണ്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ കമോ 2006 കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമ റിലീസാവുന്നത്. ഒരു വൻ വിജയമായിരുന്നു കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. അതായത് ജയറാമേട്ടനും ജഗതിച്ചേട്ടനും അതുപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടനും അങ്ങനെ ഒരുപാട്, മണിച്ചേട്ടനെ, കൊട്ടാരക്കര ബോബി ചേട്ടനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ ചിത്രമായിരുന്നു. ഈ ഒരു തറവാട്ടിൽ വെച്ചായിരുന്നു. ഇവിടെയാണ് അവിടെ ഇവിടെയാണ് ആ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടിലെ പാട്ട് ആവണി പൊന്നുഞ്ഞാൽ അടിക്കാൻ നിന്നെ ഞാൻ ആയില്യം കാവിലെ വെണ്ണിലാവേ എന്നുള്ള പാട്ടുണ്ട്. ഇത് സൂപ്പർ സോങ് ആയിരുന്നു. അത് ഷൂട്ട് ചെയ്തതല്ല ഇവിടെ വെച്ചായിരുന്നു. എന്നിട്ട് ജയറാമേട്ട ഇവിടെ വന്ന് കണ്ട ഇങ്ങനെ നിൽക്കുന്നതൊക്കെ സീനൊക്കെ ഉണ്ട്. അതിമനോഹരമായ ഒരു സെറ്റായിരുന്നു. അതുപോലെ തന്നെ കണ്ടേ അപ്പൂട്ടൻ രാവിലെ വന്ന് ഇത് തുറന്നിട്ട് കണ്ടേ ഇവിടെ വന്ന് ഇങ്ങനെ രാജകീയമായിരുന്നു നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ ഇടനാഴി കൂടെയാണ് ആ പാട്ട് സമയത്തൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് പോകുന്നത്. കണ്ടേ ഇതിലും ഒരു ഷോട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിയുന്നൊരു ഷോട്ടുണ്ട്. കണ്ടേ അതിനകത്തോട്ട് നിൽക്കാൻ ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ കുടുംബക്ഷേത്രമുണ്ട്. ഒരു 100 കുടുംബങ്ങൾ, 100 പേര് പണ്ട് ഇവിടെ കൂട്ടുകുടുംബം താമസിച്ചിരുന്നൊരു കൊട്ടാരമാണിത്. അവിടുത്തെ അതെ വിഗ്രഹങ്ങളൊക്കെയാണ്. അതെ അതുപോലെ തന്നെ ആ ഒരു പാട്ട് സമയത്താണ് കൊട്ടാരമില്ല അപ്പുറത്തെ ആ പാട്ട് സമയത്ത് ഏറെ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സീനുണ്ട്. കണ്ടേ ഇങ്ങനെ രാജകീയമായി വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ജയറാമേട്ട ഇരിക്കുമ്പോൾ എല്ലാവരും പരാതി പറയാൻ വേണ്ടിയൊക്കെ ഇരുന്നത്. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ്റെ അടുത്ത്, നാട്ടുപ്രമാണിയായ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ്റെ അടുത്ത് പരാതി പറയാൻ വേണ്ടി ജനങ്ങൾ എത്തുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ മണിച്ചേട്ടനും ജഗതിച്ചേട്ടനും ബാക്കിയുള്ള ഇന്ദ്രൻ ചേട്ടനും കൊട്ടാരക്കര ബോബി ചേട്ടൻ ഇവരെല്ലാം ഇങ്ങനെ വട്ടം ഇങ്ങനെ കൂടിയിരിക്കും. ഇപ്പോൾ ഒരു ട്രാക്ടറുണ്ട്. ആ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് വന്ന് നിർത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ആ ട്രാക്ടർ നിർത്തുന്നത്. അതുകൊണ്ട് ആ ട്രാക്ടർ നമ്മുടെ കൊട്ടാരക്കര തന്നെ പുത്തൂർ എന്ന് പറഞ്ഞ പുത്തൂർ കൊഴിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ആ വീട്ടിലൊരു ട്രാക്ടറാണത് ഈ സിനിമയ്ക്ക് വേണ്ടി ജയറാമേട്ട ഓടിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സെറ്റ് സീനുണ്ട്. ജയറാമേട്ട ഇങ്ങനെ നിൽക്കുന്നത് മൊത്തത്തിൽ കിടിലമായിരുന്നു ആ സിനിമ. 96 ഇറങ്ങിയ ഒരു സൂപ്പർ രാജസേന സാറിൻ്റെ ജയറാമേട്ടൻ്റെ കൂട്ടുകെട്ടി പറഞ്ഞ ഏറ്റവും സൂപ്പർ ചിത്രങ്ങളിലൊന്നായിരുന്നു കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കേട്ടത്. ഡോക്ടറാക്കാൻ വേണ്ടി അമ്പിളിയെ പഠിപ്പിച്ച നമ്മുടെ അപ്പൂട്ടൻ ജയറാമേട്ടൻ്റെ കഥാപാത്രം. ഇത് നമ്മുടെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ്റെ അവസാനം ജയറാമേട്ടനെ വേണ്ട എന്ന് പറയുന്നു. അവസാനം അതേ ജയറാമേട്ടൻ്റെ കാലിൽ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് ജയറാമേട്ടനെ, അതായത് അപ്പൂട്ടനെ മതി എന്ന് പറയുന്ന ആ ഒരു സീൻ ഒരിക്കലും ഒരു മലയാളികളും മറക്കത്തില്ല. ആ സിനിമ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. ഇതിന് 90 കാലഘട്ടം 96 റിലീസായ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൻ്റെ ആ ഒരു ലൊക്കേഷൻ, ആ ഒരു മനോഹരമായ കൊട്ടാരമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നല്ലൊരു പഞ്ചോടുകൂടി നിർത്താം.